ഇന്ത്യൻ ടീമിന് ഗംഭീര വരവേൽപ്പ്. IPL മെഗാ ഓപ്ഷനെക്കുറിച്ച് വലിയ അപ്ഡേറ്റ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ളവർ ഇവരൊക്കെ. പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയെക്കുറിച്ചാണ്. T20 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ടീം ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ മുംബൈയിൽ ആരാധകർക്ക് വേണ്ടി ടീം ഓപ്പൺ ബസ്സിൽ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗംഭീര വരവേൽപ്പാണ് ടീമിന് കിട്ടുന്നത്. ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് സ്റ്റാർ സ്പോർട്സിൽ കാണാവുന്നതാണ്. മറ്റൊരു വാർത്ത അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡും ഗ്രൂപ്പ് ബിയിൽ സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകളുമാണ് ഉള്ളത്. എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം മാർച്ച് 1 ലാഹോറിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തിനെക്കുറിച്ചുള്ള BCCIയുടെ തീരുമാനത്തിന് വേണ്ടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ICCയും കാത്തിരിക്കുകയാണ്. അടുത്ത വാർത്ത ക്രിക്കറ്റ് വേൾഡ് റാങ്കിങ്ങിനെ കുറിച്ചാണ്. T20 റാങ്കിങ്ങിൽ ഓൾറൗണ്ടറുടെ നമ്പർ 1 സ്ഥാനം ഹാർദിക് പാണ്ഡ്യ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം മെൻസ് T20 ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യ സിംബാബ്വെ സീരീസിന് വേണ്ടിയുള്ള ടൈമിംഗ് നോക്കിയാൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4 മുതൽ സോണി നെറ്റ്വർക്കിലായിരിക്കും കളി സംപ്രേക്ഷണം ചെയ്യുക. അവസാനമായി എല്ലാവരും കാത്തിരിക്കുന്ന IPL മെഗാ ഓപ്ഷന്റെ അപ്ഡേറ്റ് നോക്കിയാൽ 110 മുതൽ 120 കോടി എന്ന പേഴ്സ് ആയിരിക്കും മെഗാ ഓപ്ഷനിൽ ഓരോ ടീമിനും അനുവദിച്ചു കൊടുക്കാൻ സാധ്യത. ഇനി റീറ്റേഷനെക്കുറിച്ച് നോക്കിയാൽ പല ടീമുകളും 5 മുതൽ 8 താരങ്ങളെ വരെ റിറ്റൈൻ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ BCCI പിന്നീട് ഒഫീഷ്യലായി അറിയിക്കുന്നതാണ്.